മാനന്തവാടിയിൽ കാട്ടാന വീട്ടുവളപ്പിൽ കടന്ന് കർഷകനെ ചവിട്ടിക്കൊന്നു. 10 ലക്ഷം രൂപയും ഭാര്യയ്ക്ക് ജോലിയും നൽകുമെന്ന് സർക്കാർ. ആള് പോയിട്ട് എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യമുണ്ട് ചേട്ടാ? മനുഷ്യന്റെ ജീവനൊന്നും ഇപ്പോൾ ഒരു വിലയില്ല. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരു പിഞ്ചു ബാലികയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. കുഞ്ഞു കുട്ടികൾക്ക് പോലും ഒരു രക്ഷയില്ല. കൊച്ചു പിള്ളേരുടെ അടുത്തൊക്കെ ഇങ്ങനെ കാണിക്കാന്ന് വെച്ചാലേ ഇവനൊക്കെ ഒരു മനസ്സാക്ഷിയില്ലേ? ജബൽപൂരെ പോണത് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്താ? പിള്ളേർക്ക് പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റുമോ? അല്ലേ? ഇവർക്ക് ചെറുതും വലുതും എന്നുള്ള ചിന്തയൊന്നും ഇല്ലാന്നേ. ഫോട്ടോ നോക്കിക്കേ, ആ കൊച്ചിനെ കുത്തിക്കീറിട്ടാണ് കണ്ട സഹിക്കൂലാട്ടാ. ഇവനിതെന്താ പറ്റിയേ? എന്ത് ഭ്രാന്താവും കാണിക്കണേ. ആ കുട്ടീനെ കൊണ്ട് പോണ പോക്ക് കണ്ടില്ലേ? എല്ലാവരെയും അവന് സംശയം. ആ പേപ്പറിൽ വാർത്ത വായിച്ചില്ലേ ഒരു കൊച്ചിനെ കൊന്നതായി? അത് കേട്ടിട്ട് പോണ പോക്ക. செல்வா, 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 ഇന്നും ഒരു വക തീറ്റിക്കാതെ മോളെയും വിളിച്ചു പോന്നൂല്ലേ? നീ ഇങ്ങനെ മോളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞ മരിച്ചുപോയി നിന്റെ പെണ്ണ് തിരിച്ചു വരുവോ? മോളിങ്ങ് വന്നേ. മോള് വല്ലതും കഴിച്ചാ? ഇന്ന് പഠിക്കാൻ പോണില്ലേ? ഡാ, നീ കുട്ടിയെ സ്കൂളിൽ വിടാൻ നോക്ക്. ഞാൻ പോയിട്ടേ കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ചെല്ലു മോളെ, റെഡിയാവാ. വിനയ, പ്രസന്റ് സാർ. ആശീർവാദ്, ആശീർവാദ്. പ്രസന്റ് സാർ. ആര്യൻ. പ്രസന്റ് സാർ. മുഹമ്മദ്. പ്രസന്റ് സാർ. ജോക്കുട്ടൻ. പ്രസന്റ് സാർ. മാളു. സാർ. എന്താ മാളു എന്നും ഇങ്ങനെ വൈകി വരുന്നത്? വാ ഇരിക്ക്. അമ്മ ഒരു നിലവിളക്ക് പോലകതാരിലെപ്പോഴും തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു കണിക്കൊന്ന പോലോർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണമ്മ. എല്ലായിടത്തും ദൈവങ്ങൾക്കെത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് അമ്മമാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ തെറ്റുകളും പൊറുക്കുന്ന ദൈവമാണ് അമ്മ. എന്താ മാളു? സാർ, മാളുവിന് അമ്മയില്ല. വാ, അമ്പക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം.
ഇന്നിനി നിർത്താല്ലേ? വല്ലാത്ത ചൂടാ, പൊള്ളിപ്പോവുക. ഒരു 15 രൂപ അടിക്കാം. നീ ഉച്ചക്ക് നിർത്തിയെന്ന് പറഞ്ഞ് ആ. മുതലാളി വിടാവണ്ട. ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. നീ പറഞ്ഞാൽ ഞാൻ റെഡിയാ. വട മാറ്റിയിടാം. അപ്പുറത്തെ കിട്ടെ. என்ன இப்படி பாக்குறது? பொண்ணுங்களை பார்க்கலையா? கடவுள் பொம்மை, பொம்மை இங்க யாரும் இல்லையா? என்ன இப்படி பாக்குறது? பொண்ணுங்களை பார்க்கலையா? நில்லுங்க. அம்மா, கிருஷ்ணன் பொம்மை, യേശുവിൻ பொம்மை, கணபதி பொம்மை. பொம்மை வாங்கி வச்சா வீட்டுக்குள்ள ஐஸ்வர்யம் வந்துடும். வேணாமா? വേണ്ട. ஒன்று வாங்கிடண்ணா. വേണ്ടാന്നല്ലേ പറഞ്ഞത്. മുരടൻ. കുട്ട ഒന്ന് പൊന്തിച്ചിട്. ഇത് വലിയ ശല്യമല്ലോ. எங்க பார்த்து வண்டி ஓட்டுற? எல்லாமே போச்சு. ദൈവങ്ങളുടെ തലയിൽ ഉണ്ടായിരുന്നല്ലോ. നീ തമിഴ്നാട് നിന്ന് രക്ഷിച്ചില്ലേ? சீக்கிரம் ஆஸ்பத்திரிக்கு போங்க. என் ഓ, கையில- ഇത് വലിയ മെനക്കെടാലോ. കേറ്, വണ്ടി കേറ്. എന്ത് പറ്റിയതാ? അവരുടെ വണ്ടി ഇടിച്ചതാ. ആക്സിഡൻറ്റ് കേസാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുമായിരിക്കും നല്ലത്. സിസ്റ്ററെ, ആ ബെറ്റാലിയൻ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കൂ. ടെൻഷനൊന്നും അടിക്കണ്ട. പെയിൻ ഉണ്ടോ? இல்ல. ആ ബാക്ക് ഒന്ന് തിരിഞ്ഞ്. ബാക്ക് പെയിൻ ഉണ്ടോ? ഇല്ല. ഇവിടെ പെയിൻ ഉണ്ടോ? டாக்டர், உடம்பெல்லாம் ரொம்ப வலிக்குது. இனி ஒண்ணுமே பண்ண முடியாது. என் உடம்பு போச்சு, என் வாழ்க்கை எல்லாமே போச்சு. 6 மாசம் இந்த ஹாஸ்பிட்டலில் கிடந்தாதான் என் உடம்பு சரியாயிடும் இல்லையா? ഒന്നുമില്ല. 2 ദിവസം റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ ആൻറ്റിബയോട്ടിക് എഴുതുന്നുണ്ട്. സിസ്റ്റർ, ഒരു ടി ടി എടുക്കണേ. എന്നിട്ട് 2 ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ എക്സ്റേ എടുക്കണം. ഓക്കെ. ഇവരുടെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. 2 ദിവസം ഫുൾ റെസ്റ്റ് എടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത്. കേസ് കൊടുക്കുന്നുണ്ടോ?
ഇന്നലെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ, എന്താ പറ്റി സെൽവ? അതാ വണ്ടി ചെറുതായിട്ട് പറ്റിയത്. ഇതാ പറ്റിയത്. എന്താണ്? என் பொம்மை எல்லாம் உடைஞ்சு போச்சு. நீங்க தான் காரணம். ഓഹോ, ഇനി കാശ് വേണമായിരിക്കും അല്ലേ? എന്നാ എടുത്തോണ്ട് പോവോ. ഓ ആരെയാണോ കണ്ടു ഇന്നത്തെ ദിവസം. என் சம்பாத்தியம் எல்லாம் போச்சு. எங்க போகான ஒரு இடம் இல்லை. எங்க உடம்பெல்லாம் சரியாகுது வரை நான் இங்க நின்னோலாம். എന്തിത്? മല്ലികപ്പൂവേ നിൻ ചെന്താർമിഴികൾ, മലരേ പൂമലരേ നിൻ തൂമൊഴികൾ. മല്ലികപ്പൂവേ നിൻ ചെന്താർമിഴികൾ, മലരേ പൂമലരേ നിൻ തൂമൊഴികൾ. അഴകേ നിന്നഴകാം കാർക്കൂന്തലുകൾ, കാവിളിൽ വിരിയും നിന്നറു പുഞ്ചിരികൾ. കാണുവാൻ എത്ര കൊതിച്ചതെന്നോ നീ എന്നുമെന്നും ഉയിരേ. കാണുവാൻ എത്ര കൊതിച്ചതെന്നോ നീ എന്നും എന്നും എന്നുയിരേ. മല്ലികപ്പൂവേ നിൻ ചെന്താർമിഴികൾ, മലരേ പൂമലരേ നിൻ തൂമൊഴികൾ. മല്ലികപ്പൂവേ നിൻ ചെന്താർമിഴികൾ, മലരേ പൂമലരേ നിൻ തൂമൊഴികൾ. അഴകേ നിന്നഴകാം കാർക്കൂന്തലുകൾ, കാവിളിൽ വിരിയും നിന്നറു പുഞ്ചിരികൾ. കാണുവാൻ എത്ര കൊതിച്ചതെന്നോ നീ എന്നുമെന്നും ഉയിരേ. കാണുവാൻ എത്ര കൊതിച്ചതെന്നോ നീ എന്നും എന്നും എന്നുയിരേ. താമരേ, ഞാൻ ഇറങ്ങാ. ഞാൻ മോളെ കൊണ്ടോന്നെ. என்னங்க ஒன்னும் சாப்பிடலையா? വെയില് മൂക്കുന്നതിന് മുമ്പ് 10-20 കുഴി പൊട്ടിക്കാനില്ല, അറിയാമോ നിനക്ക്? മോളു മോളു അപ്പൊ പോട്ടെ. ഒന്ന് ചിരിച്ചേ. அழாத கண்ணா എന്നാ ഞാൻ പോട്ടെ. அழாத. என்னாச்சு? தூக்கம் வரவே இல்லையா? தூங்கடி கண்ணு. மாம அடித்தாளோ மல்லியப்பூ செண்டாலே, மாம அடித்தாளோ மல்லியப்பூ செண்டாலே. மன்னவனே அழலாமோ, தேம்பி தேம்பி அழலாமோ. மன்னவனே அழலாமோ, தேம்பி தேம்பி அழலாமோ. ஆராரோ ஆரிரோ ஆராரோ, ആരാരോ ആരിരോ ആരാരോ, ആരാരോ രാരിരാരാരോ, ആരാരോ ആരാരോ, ആരാരോ രാരിരാരാരോ. ആരാ? என்ன വേണം? സെൽവൻ പോയാ പിന്നെ നീയും കുട്ടിയും തനിച്ചേ ഉള്ളൂ. വെളി പോ, വെളി പോ. മാമ
നിനക്കെന്തെങ്കിലും തമാശ പറഞ്ഞിരിക്കുവാ കുട്ടിയാ, നിനക്ക് തന്നെയാ അതിന്റെ കേട്. തെരുവി തിണ്ടി നിന്റെ ഒരഹങ്കാരം അവിടെ കിടക്കടി. താമര കൊച്ചിനെ കരയിച്ചുകൊണ്ട് നീ ഇവിടെ കിടക്കുക. എന്താ മോള്, നീ ഇവിടെ കിടന്നുറങ്ങാണോ? കുട്ടി ഇവിടെ നിർത്തിയിട്ട്. താമര 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 നീ എന്താ സ്വപ്നം കണ്ടിക്ക? ചെൽവ, 1.5 വർഷമായിട്ട് നിർത്തിയിട്ടിരുന്ന ഈ കോറിയെ ലക്ഷങ്ങൾ എണ്ണ കൊടുത്തിട്ടാ വീണ്ടും തുറന്നേക്കണേ. കുറച്ച് കുഴിലൂടെ നിങ്ങൾ അടിക്കണം. ഉച്ച കഴിഞ്ഞേ ലോഡ് കയറണട്ടാ. ഞങ്ങൾ നിർത്തിയതല്ല, ഇത്തിരി വെള്ളം കുടിക്കാൻ ഇറങ്ങിയതാ. തുടങ്ങാം. ബെസ്റ്റ്. ക്വാറി തുറന്നു, പോലീസാ വന്നു. ഇനിയിപ്പോൾ ജിയോളജിയും വരും. 5-6 ഗാന്ധി തലേനാ പോയി കിട്ടി. റജി, ആ പേപ്പറൊക്കെ എടുക്കുക, നോക്കട്ടെ. ആ, പണി നടക്കട്ടെ. ഓ, പക്ഷെ വൈകിട്ട് 5 മണിക്ക് ശേഷം പാറ പൊട്ടിക്കാൻ പറ്റില്ല. ഇല്ല, പൊട്ടിക്കണില്ല. ഇവിടെ അടുത്ത വീട്ടുകാരൊക്കെ പെറ്റീഷൻ കാര്യം അറിയില്ലേ? പിന്നെ പതിവ് നടപടികളൊക്കെ അറിയാലോ. എനിക്കിനി നിന്റെ വണ്ടി റോഡിലിട്ട് ചെക്ക് ചെയ്യാനും അത് പിടിക്കാനും വലിയ മെനക്കേടാ. അതുകൊണ്ട് വൈകിട്ട് സ്റ്റേഷനിൽ വന്ന് കണ്ടാൽ മതി. റൈറ്റർ മാത്യൂസ് അവിടെ ഉണ്ടാവും. ഓക്കെ. ഉച്ച തിരിഞ്ഞപ്പോ മുതല് ഞാനിവിടെ വഴിക്കണ്ണുമായി നോക്കിയിരിക്കുക. എന്താ നീ വൈകിയത്? വൈകിട്ട് 4 മണി കഴിഞ്ഞല്ലോ ഉമ്മ ഫ്ലൈറ്റ്. ഇവിടെ വരെ 4 മണിക്കൂർ എങ്ങനെയാലും പിടിക്കൂലേ? സമയം ഇപ്പൊ 8 മണി കഴിഞ്ഞല്ലേ ഉള്ളൂ ഉമ്മ.
അവളെയും പിള്ളേരെയും കണ്ടിട്ട് ഈ ചെറിയ പെരുന്നാൾ വരുമ്പോ ഒരു വർഷം തികയുക. വന്ന വലിയ പെരുന്നാളിനെങ്കിലും അയിത്തങ്ങളെ കാണണമെന്നൊരു പൂതിയുണ്ട്. അത് നടക്കുവോ? അതൊക്കെ നടക്കും. ശെൽവം വേറെ കല്യാണം കഴിച്ചോ? ആളവിടെ കാണില്ലല്ലോ. എന്റെ സലീമേ, അവന്റെ കാര്യം പറഞ്ഞ വലിയ കഷ്ടാ. പെൺകൊച്ചു വലുതായി വരണ കണ്ടിട്ട് അവന് പ്രാന്താ. അല്ലോ, എല്ലാവരും സംശയ. ആ കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോ നെഞ്ചില് തീയാ. കഷ്ടം. മുണ്ടക്കപ്പടിയിലെ ഷാപ്പ്, ഷാപ്പിലൊരു കൂടം കള്ള്, ആ കള്ളൊന്നു മോന്തിയ പിന്നെ ഈരേഴുലോകവും കാണാം. മുത്തപ്പൻകാവിലെ കള്ളവും പൂരത്തിന് നേദ്യവും കാണാം. മദ്യവും വിദ്വാനും പോഷണത് പണ്ടിതുവല്ലോരും കേട്ടോ. പടിയിലെ ഷാപ്പ്, ഷാപ്പിലൊരു കൂടം കള്ള്, അങ്ങനെ കള്ളൊന്നു മോന്തിയ പിന്നെ ഈരേഴ് ലോകവും കാണാം. മുത്തപ്പൻകാവിലെ പൂരവും പൂരത്തിനു നേദ്യവും കള്ളാം. ഒരു കുടം 2 ഗ്ലാസും. മുത്തപ്പൻകാവിലെ പൂരവും അരവട്ടുണ്ട്, അതിന്റെ കൂടെ കള്ളും കൂടി. അരവട്ടില്ലാത്തവരായി ആര് പിറക്കുന്നു? കന്യാമറിയത്തിന്റെ മകനായ യേശു പാപങ്ങൾ ഏറ്റുവാങ്ങുവാൻ ദിവ്യഗർഭത്തിൽ പിറന്നു. വിഷ്ണുമായയിൽ പിറന്ന അയ്യപ്പൻ, കംസനിഗ്രഹത്തിനായി പിറന്ന ശ്രീകൃഷ്ണൻ, ബോധിമരച്ചോട്ടിലിരുന്ന ബുദ്ധൻ, സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ തയ്യാറായ നബി. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾ പറഞ്ഞത് തന്നെ. കേട്ടില്ലേ? പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്. അങ്ങനെ അധ്യാപനം, രാത്രി മദ്യപാനം. ഹലോ, നിർത്തിക്കോ, ശാപ്പടയ്ക്കോ. ഞാൻ ഈ നാട് വിട്ടു പോകണമെന്നുമില്ല. സെൽവാ, നീ എപ്പോ വന്നു? കുറച്ചു നേരമായി. മോളെന്തിയടാ? ഇവിടെ ഉണ്ട്. എന്താ? അല്ല, നീ മോളെ പൂട്ടിട്ടിരിക്കുക? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. നിന്റെ കാര്യം. മോളങ്ങ് വലുതായില്ലോ. അമ്മയെ പോലെ നല്ല സുന്ദരിയാ. മോളെ ഏത് ക്ലാസ്സിലാ? ശെൽവാ, ഇന്ന പറഞ്ഞു ചെയ്യേ. ഇതിന് പ്രാന്ത. മോളങ്ങ് വലുതായില്ലോ. അമ്മയെ പോലെ നല്ല സുന്ദരിയായി. മധ്യകാലഘട്ടം. എന്താണ് മധ്യകാലഘട്ടം? 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. അതായത് 801 മുതൽ 1800 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മധ്യകാലഘട്ടം എന്ന് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ ആൽവിൻ? മധ്യകാലഘട്ടം ഏത് നൂറ്റാണ്ട് മുതലാണ് ആരംഭിക്കുന്നത്? 8-ാം നൂറ്റാണ്ട് മുതൽ. മിടുക്കൻ. ഇരിക്കേ. ഏത് വർഷങ്ങൾക്കിടയിലാണ് മധ്യകാലഘട്ടം ആരംഭിക്കുന്നത്? മാളു? 801 മുതൽ 1800 വരെ. മിടുക്കി. ഇരിക്കേ. ഇനി നമുക്ക് ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാം. എല്ലാവരും ബുക്ക് എടുത്തേ. റെഡിയാണോ? ഓക്കെ.
പറ്റി മാളു? മോളിങ് വന്നേ. എന്തു പറ്റി? വയറുവേദനയാണോ? എല്ലാരും വരയ്ക്കട്ടോ. മോള് വാ, പേടിക്കണ്ട കേട്ടോ. എന്താ സാറേ? കുട്ടിക്ക് വയറുവേദനിക്കുന്നു. ആണോ മാളു? വയറുവേദന എപ്പോഴാ തുടങ്ങിയത്? കുറച്ചു നേരമായി. ആശുപത്രി പോണോ? ചെറുതല്ല, വലിയ മീനാന്നേ. എന്തോ രഹസ്യം പറയുന്നല്ലോ രണ്ടാളും. കുറേ നേരമായി തുടങ്ങിയിട്ട് ആ, ഷാപ്പും കയറിയൊക്കെ തന്നെ. രണ്ടാൾക്ക് ഇതല്ലാതെ വേറെ ചിന്തകൾ വല്ലതും ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച ലീവ് എടുത്ത് രണ്ടാളും കറങ്ങാൻ പോയിക്കായിരുന്നു ആലപ്പുഴയിലേക്ക്. ആ, മീനിന്റെ മുള്ളിൽ തൊണ്ടേ കുടുങ്ങിയിട്ട് 2 ആഴ്ചയും മിണ്ടിട്ടില്ല. മിണ്ടാൻ തുടങ്ങിയപ്പോ നിർത്തണമില്ല. ശരി. അയ്യോ ചിരിക്കാൻ അയ്യോ. സാറിന് ക്ലാസ് ഇല്ലേ? ഉണ്ട് സാറേ. എന്നിട്ട് ക്ലാസ്സിൽ വെച്ചേ നമ്മുടെ മാളുവിന് ഒരു വയറുവേദന. ജ്യോതി ടീച്ചർ അവിടെ നോക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? അത് അതെ, കുട്ടിക്ക് പീരീഡായി. അതിന്റെ പേരൻസിനെ വിളിച്ചിട്ട് വരാൻ പറ. അവർ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോട്ടെ. പേരൻസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അയാളാണെങ്കിൽ ഒരു അരവട്ടുള്ള ആളാ. ഓ ആ, കഴിഞ്ഞ ദിവസേ അയാളെ ക്ലാസ്സിൽ കയറി വന്നേ കുട്ടിയെ എടുത്തോണ്ട് ഒറ്റ പോക്കായിരുന്നു. വിളിച്ചിട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല. ആ, എനിക്കും ഉണ്ടായി ഇതേ അനുഭവം. എന്താണ് എല്ലാരും കൂടി ഒരു ചർച്ച? വിഷയം പറഞ്ഞാൽ ഈ ഉള്ളവന് കൂടി ഒന്ന് പങ്കെടുക്കാമായിരുന്നു. ചർച്ചയൊന്നുമില്ല പക്ഷേ. ആർബിയിലൊരു കുട്ടിക്ക് വയസ്സറിയിച്ചു. ഓഹോ, ഒരു പൂമൊട്ടുകൂടി വിരിഞ്ഞു പുഷ്പമായി ഋതുമതിയായി. എന്തായാലും ആ കുട്ടിയുടെ അച്ഛനെ ഒന്ന് ശരി, കണ്ടുവരാൻ സാർ. പക്ഷേ അയാളെ വിളിക്കാനും പറയാനും ഫോണൊന്നുമില്ലല്ലോ. ഉം. എന്നാ ഞാനും വരാം. എൻ്റെ കയ്യിലൊന്നും പൈസ ഇല്ല. സെൽവ, നിന്റെ മോൾ വയസ്സറിയിച്ചു. നിന്റെ മോൾ ഒരു പെണ്ണായി. ഓരോ ദിവസവും അവൾ വളരുകയാണ്. വളർന്ന് വളർന്ന് വലുതാവുകയാണ് നിന്റെ മകൻ. മോളെ, മാളു, മാളു, മോളെ, മോൾക്ക് മോളുടെ അമ്മയെ കാണണോ? മോൾക്ക് അമ്മയുടെ അടുത്ത് പോണോ? അതിനമ്മ മരിച്ചില്ലേ? ഇല്ല, മരിച്ചിട്ടില്ല. അമ്മ മരിച്ചിട്ടില്ല. അപ്പ അമ്മയെ കാണിച്ചു തരാം. എവിടെയമ്മ? അങ്ങ് ദൂരെ പലവൻ മലയിൽ. അവിടെ ചെന്ന മോൾക്ക് അമ്മയെ കാണാം. വാപ്പേ, നമുക്ക് വേഗം പോവാം. എനിക്ക് അമ്മേനെ കാണണം. അമ്മയോട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പോകാം. അമ്മയെ കാണാൻ പോകുമ്പോ നമ്മള് പുതിയ ഉടുപ്പിട്ടു. സുന്ദരിയായി. അമ്മയെ കാണാൻ പോകുമ്പോ മോള് സുന്ദരിയായിട്ട് പോണം. കണ്ണെഴുതി പൊട്ടും തൊട്ട് പോണ്ടേ? ആ
തൊട്ട് തൊടാതെ പോയാലേ അമ്മ കുറുമ്പ് കാണിക്കും. ഇപ്പൊ മോള് സുന്ദരിയായി. ഇപ്പൊ മോളങ്ങ് സുന്ദരിയായല്ലോ. നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം. നടന്നു മടുത്തപ്പേ. ആ കാണുന്ന മലക്ക് മുകളിലാ അമ്മയുള്ളത്. ഇനി കുറച്ചല്ലേ ഉള്ളൂ. അമ്മ ഇവിടെ കാത്തിരിക്കുക. വാ, വേഗം വാ, വേഗം വാ. വാ, 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 വാ. നമുക്ക് പോവാം. അമ്മ എവിടെ? അമ്മയെ കാണണമെങ്കിൽ താഴേക്ക് പറന്ന് ചെല്ലണം. പറന്ന് ചെല്ലുമ്പോ അമ്മ മോളെ ചേർത്ത് പിടിക്കും. എനിക്ക് പേടിയാവണോ അപ്പേ? എന്തിനാ പേടിക്കണേ? അപ്പയില്ലേ കൂടെ. വാ, വാ. ഡാ അതെ, അതാ ശെൽവനല്ലേ? അവൻ ആ കൊച്ചിനെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കുമല്ലോ. മുമ്പ് 1-2 തവണ എന്നെ കൊല്ലാൻ നോക്കിയിട്ടുള്ളതാ. അവന് ഭ്രാന്താ. വാ വാ, വേഗം വാ, പോലീസിനെ വിളിക്കടാ. ശെൽവാ, മാറി നിക്കടാ. വിടെ, എന്റെ മോക്കൾ അമ്മയെ കാണണം. വിടാൻ ജീവിക്കാൻ സംഭവിച്ചില്ലെങ്കിലും മരിക്കാനെങ്കിലും അനുവദിക്കണം. വിടാ, വിടെ, എനിക്ക് മോക്കൾ അമ്മയെ കാണണം. വിടാ, വിടെ. ഭ്രാന്ത് മൂത്ത് കയ്യും കാലും കൂട്ടിക്കെട്ടടാ. മോളെ, 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 വിടാ, വിടാ. മോളെ, എവിടെയാടോ? ആ മലയുടെ മുകളില സാറേ. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ. നോക്കടാ. ഇവനാ സാറേ, ഇവനാ കുട്ടിയെ കൊല്ലാൻ നോക്കിയ. സ്വന്തം തന്തയാ, പറഞ്ഞിട്ടെന്താ കാര്യം? ഇവന് ഭ്രാന്താ. സ്വന്തം ചോരയിലുണ്ടായതിനെ കൊല്ലാൻ നോക്കുന്നോടാ. നീ മനുഷ്യനാണോ? ഒരു കുട്ടി ഉണ്ടാവാൻ നേർച്ചയും വഴിപാടും നടത്തി ഇല്ലാത്ത കാശുണ്ടാക്കി മരുന്നും കഴിച്ച് ആറ്റുനോട്ടിരിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് നിനക്കറിയാവോ? കുട്ടിയെ ആരെങ്കിലും വീട്ടിലേക്ക് മാറ്റും. ഉടനെ തന്നെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യാം. സ്റ്റേഷനിലേക്ക് കൊണ്ടോ? എനിക്ക് എന്റെ മോളെ വേണം. ഞാനും എന്റെ മോളും എന്റെ താമര അടുത്തേക്ക് പോയിക്കൊണ്ട് സാറേ. ഗുഡ് മോർണിംഗ് സാർ. ആ സാർ, ഇവർ രണ്ടും ശെൽവൻ്റെ സുഹൃത്തുക്കളാണ്. ആവാ, ഇരിക്കേ. ഇരിക്കേ. ആ ഇരിക്കേ. ഞാൻ വരാൻ പറഞ്ഞതേ ശെൽവൻ്റെയും കുട്ടിയുടെയും കാര്യം പറയാൻ വേണ്ടിയാ. സ്റ്റേഷനിൽ പോയി ശെൽവനെ കണ്ടിരുന്നു. ആള് വല്ലാതെ വയലൻ്റാണ്. എന്നാ പിന്നെ ഒട്ടും വൈകണ്ട, ജാമ്യം എടുക്കാൻ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യാം. ആ, പിന്നെ എത്രയും വേഗം നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. എൻ്റെ പരിചയത്തിൽ ഒരു ഡോക്ടറുണ്ട്, മിസ്റ്റർ ജോൺ ജോൺസ്. അദ്ദേഹത്തെ കാണാം. സാർ, ആ കുട്ടിയുടെ കാര്യം കൂടി ഒന്ന് നോക്കണ്ടേ? കുട്ടിയെ ചിൽഡ്രൻസ് ഹോമിലാക്കിയെന്നല്ലേ പറഞ്ഞത്? അവിടെ ആക്കിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഉച്ചയോടുകൂടി ചിൽഡ്രൻസ് ഹോമിലാക്കുമെന്നാണ് പോലീസ് പറഞ്ഞത്. സെൽവനാ മോളും, മോക്ക് സെൽവനും മാത്രമേ ഉള്ളൂ. വേറെ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല സാർ. ശൈലേഷ് മാഷ്
ആ 6Bയിലെ ടീച്ചേഴ്സിനോട് മാളുവിനെ ഒന്ന് പ്രത്യേകം കെയർ ചെയ്യാൻ പറയണം. ഓക്കെ സർ, ഞാൻ പറയാം. ആ ഓക്കെ. സ്വന്തം ചോരയല്ലേടാ, അതിനെ കൊല്ലാൻ നിനക്ക് മനസ്സ് വന്നല്ലോ. എന്റെ മോള് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ സാറ്, പോയിക്കോട്ടെ. അവളൊരു പെണ്ണായി, അവള് വലുതായി വരിക, അവളെ നശിപ്പിക്കുന്ന ഇതൊക്കെ ലോകത്ത് നടപ്പുള്ള കാര്യ. നീ മാത്രമുള്ള ലോകത്തച്ഛൻ. എനിക്കെന്റെ മോളെ കാണണം, എനിക്കെന്റെ മോളെ കാണണം. നീ ഒരു അച്ഛനാണോടാ? അമ്മയില്ലാത്ത കുട്ടിയെ പൊന്നുപോലെ നോക്കേണ്ടവനല്ലേ നീ? ഒരു കുഞ്ഞിക്കാല് കാണാൻ കാത്തിരിക്കുന്ന എത്ര പേരുണ്ടടാ ഇവിടെ? അതിനെ കൊല്ലുന്ന നേരം കൊണ്ട് നിനക്ക് പോയി ചത്തുകൂടെടാ? അതിനെങ്കിലും നല്ലൊരു ഭാവി കിട്ടും. എനിക്കെന്റെ കുട്ടിയെ കാണണം മോളെ. വന്നോളൂ സാറേ, ഞങ്ങള് ശെൽവൻ്റെ ആളുള്ള. ഞങ്ങള് ശെൽവന് ജാമ്യത്തിലിറക്കാൻ വേണ്ടി വന്നതാ. സ്റ്റേഷൻ ജാമ്യം സാറ് തരണം. ഇവന് വേറെ ആരും ഇല്ലേ? ഞങ്ങൾ വക്കീൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ടേ. ആളെ പുറത്ത് കിട്ടിയ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കായിരുന്നേ. ആ എഴുന്നേറ്റ് പോകണം. തനിക്കൊരു പ്രശ്നമില്ലടോ സെൽവൻ. എല്ലാം തന്നെ തോന്നലുകളായിരുന്നു. അമിതമായ ആൻസൈറ്റി, ആപത്ത് വരുമെന്നുള്ള ശങ്ക, ഇതെല്ലാം മനസ്സിൻ്റെ താളം തെറ്റി. ഹൈ ഡിപ്രഷൻ വന്നു. ഇപ്പോൾ എല്ലാം ശരിയായി. ആലോചിക്കണ്ടെന്ന് വിചാരിച്ചാലും എൻ്റെ താമരയുടെ മുഖം മനസ്സിൽ വരും. ഞാനറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നവളാണ് അവൾ. ഒത്തിരി നമ്പരങ്ങൾ തന്നു അവൾ ഞങ്ങളെ വിട്ടുപോയി. എൻ്റെ നെഞ്ചിൽ നിന്നത് പോകുന്നില്ല ഡോക്ടർ. മനസ്സങ്ങനെയാണ് സെൽവൻ. വേണ്ടതും വേണ്ടാത്തതും തോന്നിപ്പിക്കും. ഇപ്പം സെൽവൻ്റെ മനസ്സിൽ നല്ല ചിന്തകൾ മാത്രമേ ഉള്ളൂ. താൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കണോ സെൽവൻ? വേണ്ടാത്ത ചിന്തകളൊക്കെ ഞാൻ വേരോടെ പറിച്ചെടുത്തു. തനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. മോളുടെ വിദ്യാഭ്യാസം, അവളുടെ നല്ല ഭാവി, ഇനി അത് മാത്രം മതി ഉള്ളി. സാർ, എനിക്കെന്നെ മോളെ ഒന്ന് കാണണം. അതിനെന്താ മോളെ? നമുക്ക് വീട്ടിലേക്ക് പോവാം. താ മോളെയും കൊണ്ട് വീട്ടിൽ പോടോ സെൽവൻ. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. പറഞ്ഞാൽ തീരാത്ത കടപ്പാട്. ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടിയല്ലേ സെൽവ. താൻ മോളെയും കൂട്ടി ചെല്ലേ. ധൈര്യമായി പോടൂ. ഡോക്ടർ, സെൽവൻ അമിതമായ ഉത്കണ്ഠയായിരുന്നു. ഭാര്യ മരിച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ്. തൻ്റെ മകളെ ആരെങ്കിലും വകവരുത്തുമെന്ന്. അതുകൊണ്ടാണ് അയാൾ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചത്. ആധുനിക മനഃശാസ്ത്ര ചികിത്സയിൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും. ഭാവിയിൽ ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട് ഡോക്ടറെ? ഒരിക്കലുമില്ല. അയാൾ ഇപ്പോൾ പുതിയൊരു മനുഷ്യനാണ്. തികച്ചും സന്തോഷവാനാണ്. അതങ്ങനെ ഒരു സംശയം. അയാളുടെ സന്തോഷം. മലരെ പൂമലരെ നിൻ തൂമൊഴികൾ, മല്ലിക പൂവേ നിൻ ചെന്താർമിഴികൾ, മലരെ പൂമലരെ നിൻ തൂമൊഴികൾ, അഴകേ നിന്നഴകാം കാർക്കൂന്തലുകൾ, കാവിളിൽ വിരിയും നിന്നറു പുഞ്ചിരികൾ, കാണുവാൻ എത്ര കൊതിച്ചതെന്നോ നീ